എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചൂര മീൻ അച്ചാറുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ നെമ്മീൻ ചൂര ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി 1.5 കിലോ മീനിന് 250 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, 6 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിന് ഇതയം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണയാണ് അച്ചാറിന് എപ്പോഴും നല്ലത്. എത്ര നാളിരുന്നാലും അച്ചാർ കേടാവില്ല. ഉരുളിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. 400 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെച്ച് വേവിക്കാവുന്നതാണ്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷമേ ലോ ഫ്ലെയിമിലാക്കാവൂ. ഇനിയും ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് ആ ചൂടിലിരുന്ന് അത് മൂത്ത് കിട്ടണം. ഇനി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് 1 കഷ്ണം കായം അതിലേക്കിട്ടു. കായം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അതിലേക്ക് ഇനി 1 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അത് കഴിഞ്ഞ് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീൻ ഏതാണ്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ആ ചൂടിൽ തന്നെ ഇട്ടേക്കുക. കരിഞ്ഞു പോകരുത്. എത്രത്തോളം മൂത്ത് വരുമോ അത്രയും അച്ചാറിന് നല്ലതായിരിക്കും. ഇനിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരഞ്ഞു പോകണ്ട, പൊടിച്ചെടുക്കുകയേ വേണ്ടൂ. അരഞ്ഞു പോയാൽ ആ ടേസ്റ്റ് വ്യത്യാസം വരും. പൊടിഞ്ഞ് കിട്ടണം. ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നല്ല അച്ചാറിന് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞിട്ട് പൊടിക്കുക. അപ്പം പാകത്തിന് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫിഷ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിഞ്ഞ് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനിയും പൊടിച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഉലുവയും ജീരകവും കായവും പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇത് ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലാവുമ്പോൾ അത് അച്ചാറിട്ട് കഴിഞ്ഞാൽ തണുക്കുന്നത് വരെയും ചട്ടിയിൽ തന്നെ വെച്ചേക്കാൻ പറ്റും. പിത്തള പാത്രത്തിൽ അധിക നേരം വിനെഗർ ചേർത്ത ഒന്നും വച്ചേക്കാൻ പറ്റില്ല. ഇനി ഒരു ബൗളിലേക്ക് 1 ബൗൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 5 സ്പൂണ് മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ഇത് കാശ്മീരി ചില്ലി ആയാലും എരിവ് ആവശ്യത്തിനുണ്ടാവും. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇനി അതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇത് കോക്കനട്ട് വിനെഗറാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കോക്കനട്ട് വിനെഗറാണ്. അത് 1 ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്നത് കലക്കിയെടുക്കുക. ഇനി 1/4 ഗ്ലാസും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തെങ്ങിൽ നിന്നെടുക്കുന്ന മീര പുളിപ്പിച്ചുണ്ടാക്കുന്ന വിനെഗറാണ്.
ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അതിനി ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കലക്കി വെച്ച മുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം വറുത്ത് വെച്ച മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ആണിത്. ഇത് ഒരു കഷ്ണവും കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി പൊടിച്ച് വെച്ച ഉലുവയും ജീരകവും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫാക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.